നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണോ? സെൽഫ് മോട്ടിവേഷനേക്കാൾ വലിയ പവർഫുൾ ആയിട്ടുള്ള വേറൊരു മോട്ടിവേഷനും ഇല്ല. ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി സെർച്ച് ചെയ്തിട്ടുണ്ടാവാം, യൂട്യൂബ് ചാനൽസിലൊക്കെ നിങ്ങൾ ഒത്തിരി നോക്കിയിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള മോട്ടിവേഷൻ വീഡിയോസിന് ഒരു 3-4 ദിവസമൊക്കെ നമ്മളെ മോട്ടിവേറ്റഡ് ആക്കി വെക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ മെല്ലെ മെല്ലെ ഡീമോട്ടിവേറ്റഡ് ആവും. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഡീമോട്ടിവേഷന് കാരണക്കാരനാകുന്ന മെയിൻ റീസൺ ആണ് നമ്മുടെ കമ്പാരിസൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാരന്റ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ കമ്പാരിസൺ ചെയ്യാം. അവൻ ഇത്ര മാർക്ക് ഉണ്ട്, അവന്റെ മാർക്ക് കണ്ടുപിടിക്കുക, അവൻ ഇത്രയും ചെയ്തല്ലോ, അവൻ എങ്ങനെയാണ് ഇത്രയും മാർക്ക് കിട്ടിയത്, നിനക്ക് എന്താ മാർക്ക് കുറഞ്ഞു പോയത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ മറ്റുള്ളവർ എന്ത് ചെയ്യും? മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. അതുപോലെ തന്നെ നമ്മളും എന്ത് ചെയ്യാറുണ്ട്? ചില സമയം കമ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ചെയ്യാറില്ല, നമ്മുടെ ഫ്രണ്ട്സിന് അത്ര മാർക്ക് കിട്ടിയില്ല, അവൻ എന്നേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യാറുണ്ട്. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരിക്കലും ഡീമോട്ടിവേഷൻ ഉള്ള റീസൺ ആവരുത്. പകരം ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മൾ നടത്തേണ്ടത് മറ്റുള്ളവരെയായിട്ടല്ല, നമ്മളെ തന്നെ എന്ത് ചെയ്യുക? നമ്മളോട് തന്നെ കമ്പയർ ചെയ്യുക. അതായത് ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് എനിക്കൊരു മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഇത്തവണത്തെ എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത് അതിനേക്കാളും കൂട്ടാനായിട്ട് നോക്കാം. ദെൻ ഈ 2 മാർക്സും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഒരിക്കലും 2 വ്യക്തികൾ തമ്മിലോ നമ്മുടെ ഫ്രണ്ട്സ് തമ്മിലോ അല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. നമ്മുടെ മാർക്സ് തന്നെ നമ്മൾ കമ്പയർ ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ അതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അല്ലാതെ എന്റെ കൂട്ടുകാരനേക്കാൾ കൂടുതൽ മാർക്ക് എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടോ അതല്ല ശരിക്കും കമ്പാരിസൺ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കമ്പാരിസൺ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് നമ്മുടെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള സ്കോഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിൽ നമുക്കൊരു ഇംപ്രൂവ്മെന്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ യു ആർ ഗ്രേറ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും അച്ചീവ് ചെയ്യാനായിട്ട് ഒത്തിരി സാധിക്കും. അപ്പൊ ഇതാണ് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന് അടുത്തും പറഞ്ഞു കൊടുക്കുന്നത്. എന്നെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതെ പഴയ മാർക്കിൽ നിന്നും ഞാൻ ഇംപ്രൂവ് ആയിട്ടുണ്ടോ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇംപ്രൂവ് ആയത്. സോ സ്റ്റോപ്പ് കമ്പയറിംഗ് വിത്ത് അതർ സെൽഫ്സ്.